സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് BR ഗവായിക്കെതിരെ നിരവധിയായ ഭീഷണിയും അദ്ദേഹത്തിന് രാജിസമ്മർദ്ദവും ഏറി വരികയാണ്. മറ്റുള്ള കൊളീഗുകൾ അദ്ദേഹത്തിന് വിശ്വാസത്തിൽ എടുക്കാത്തതാണ് കാരണം എന്നൊരു അഭിപ്രായമുണ്ട്. അദ്ദേഹം ഒരു ദളിതനായതുകൊണ്ട് അദ്ദേഹത്തിനെ അംഗീകരിക്കാതിരിക്കുന്നവരും ഉണ്ട് എന്നും മറ്റൊരു പക്ഷമുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് വാസ്തവം? ചീഫ് ജസ്റ്റിസ് BR ഗവായി BJP വിരുദ്ധനാണ് എന്ന് രാജ്യമൊട്ടാകെ വാർത്തകൾ പടരുകയാണ്. സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള രാജ്ദീപ് സർദേശായി കൃത്യവും വ്യക്തവുമായി സംഘപരിവാറിന്റെ ഹിഡൻ അജണ്ടകൾ നിർഭയം റിപ്പോർട്ട് ചെയ്യുകയും അതിനെക്കുറിച്ച് വിശദമായി അന്ത്യചർച്ചകളും പലതും നടത്തുകയും ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു സുപ്രധാന പുസ്തകമുണ്ട്, ദ ഇലക്ഷൻസ് ദാറ്റ് ചേഞ്ച്ഡ് ഇന്ത്യ എന്നുള്ള രീതിയിൽ 2014 തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്രത്തോളമാണ് ഇന്ത്യയുടെ രീതികളെ, ഇന്ത്യയുടെ അതുവരെയും കണ്ട ഇലക്ഷൻ സമ്പ്രദായത്തെ തിരുത്തിക്കുറിച്ച് അദ്ദേഹം പറയുന്നു. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് അദ്ദേഹം എടുക്കുന്ന സുപ്രധാന തീരുമാനങ്ങൾക്ക് വലിയ രീതിയിൽ BJP ആകുലപ്പെട്ടിരിക്കുകയാണ്. അതിന് കാരണം നോട്ട് നിരോധനം മുതലുള്ള നിരവധിയായ വിഷയങ്ങളിൽ ഇദ്ദേഹം ജഡ്ജി ആയിരുന്നപ്പോൾ എടുത്ത തീരുമാനങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ നിരവധി വിഷയങ്ങളിൽ കടന്നാക്രമിക്കാൻ ഉപരാഷ്ട്രപതിയെ ശുപാർശ ചെയ്യിപ്പിച്ച് മുന്നോട്ട് വിടുന്നത്. അതായത് ഉപരാഷ്ട്രപതിയെ ഒരു പടച്ചട്ടയാക്കി വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയും കൂട്ടരും അണിയറയിൽ വൻ രീതിയിലുള്ള അട്ടിമറിക്ക് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിധി കഴിഞ്ഞപ്പോൾ ജഗദീപ് ധൻഖറിനും യാഥാർത്ഥ്യം മനസ്സിലായി തന്നെ ഉപയോഗിക്കുകയാണ്, തന്നെ ദുരുപയോഗിക്കുകയാണ്. രാഷ്ട്രപതിക്കാണോ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനാണോ പരമാധികാരം എന്നതിൽ തുടങ്ങി നിരവധിയായ വിഷയങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ തർക്കം തന്നെ ഉദിച്ചു വന്നിരുന്നു. ഇപ്പോൾ ഇതാ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായി ഒരു രീതിയിലും സംശയം ജനിപ്പിക്കാത്ത തരത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ പരിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിക്ക് ചിലത് പറയാനുണ്ട്. സുപ്രീം കോടതി ഇത് ആദ്യമായി ഒന്നുമല്ല ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിരുന്നപ്പോഴും ജസ്റ്റിസ് BR ഗവായി ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോഴും രാഷ്ട്രപതിയുടെ പല രീതിയിലുള്ള നിയമ നടപടികളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരിന് സഹിക്കാത്തതിന് കാരണം രാഷ്ട്രപതിയെ കൃത്യമായി ദുരുപയോഗിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ഇടുന്ന ഒപ്പിന്റെ വില എന്താണ് എന്നുള്ളത് പലപ്പോഴും തന്നെ ബോധ്യമല്ല എന്നുള്ളതാണ് BR ഗവായി പറയുന്നത്. ഇപ്പോൾ ഇതാ BR ഗവായി പുതിയ ഒരു നടപടിക്രമത്തിലേക്ക് നീങ്ങുകയാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ ആ സ്ഥാനത്തു നിന്ന് നീക്കാൻ BJP വാശി പിടിക്കുന്നതിന്റെ കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വിദഗ്ധമായ അഭിപ്രായവും ഇടപെടലും ഉണ്ടാകും. അതായത് ഒരു ജുഡീഷ്യൽ എൻക്വയറി വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നടപ്പിലാക്കിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളിലേക്ക് ഒരു ജുഡീഷ്യൽ എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നീങ്ങാൻ പോവുകയാണ്. അത് എങ്ങനെയും അനുവദിക്കാൻ ചീഫ് ജസ്റ്റിസ് തയ്യാറാവും. അപ്പോൾ BJPക്ക് അനുകൂലമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ചീഫ് ജസ്റ്റിസിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. നിലവിലുള്ള പാനലിൽ നിന്നും മറ്റൊരു അംഗത്തിനെ കൊണ്ടുവരണം. അതിന് ഇദ്ദേഹത്തിന് ഒഴിവാക്കണം.